രണ്ട് കരം ഉയർത്തി പറയാം, ഹല്ലേലൂയാ. കണ്ണുകൾ ഒരു നിമിഷം അടച്ച്, എൻ്റെ പ്രിയട്ടെ, നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാകാം ഇപ്പോൾ. നല്ല ഉണർവ് നമുക്കുണ്ടാവില്ല. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവാത്മാവ് വരുമ്പോൾ അവൻ പുതുക്കുന്ന ആത്മാവാണ്, പുതുജീവൻ നൽകുന്ന ആത്മാവാണ്. ആത്മാവ് കത്തിപ്പടരുന്ന അഭിഷേകം നമ്മളിലും ശുശ്രൂഷയിലും കുടുംബത്തിൽ നിറയാൻ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. കരങ്ങളൊന്നി പ്രാർത്ഥിക്കുക. കർത്താവ്, ഏലിയാവിനെ പോലെ ഞങ്ങളെ കാണുന്നവർ, കേൾക്കുന്നവർ, ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകത്തക്ക വിധം, അവർ ജീവനിലേക്ക് വരാൻ ഇടയാകത്തക്ക വിധം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ബ്ലസ് ചെയ്യണമേ. കത്തി ജ്വലിക്കുന്ന വിളക്കുകളായി ഞങ്ങൾ മാറട്ടെ. ആരിപ്പോയത്, ദൈവമേ, കെട്ടുപോയത് ആത്മാവാൽ ഇപ്പോൾ ഉറകൂട്ടണമേ. ജീവനേകുന്ന ആത്മാവേ, പുതുജീവനേകുന്ന ആത്മാവേ, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കാം. പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ച് ആകത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ റൂഹായേ, പ്രാർത്ഥിച്ചോ, സ്തുതിച്ചോ. ഹാല 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 ഹാല. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഒരു ഉണർവ് നൽകണമേ. ഏലിയാവിനെ പോലെ, ഏലീഷായെ പോലെ, സ്നാപകയോഹന്നാനെ പോലെ കത്തിജലിക്കുന്ന സഭയുടെ വിളക്കുകളായി, ദേശത്തിന്റെ അനുഗ്രഹങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. തീവാറുന്ന പോരാട്ടങ്ങൾ സഭയ്ക്ക് വേണ്ടി നടത്താൻ ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. നല്ലതാകത്തോടെ, കൊതിയോടെ ഗാനത്തോട് ചേർന്ന് ആത്മാവ് നമ്മളെ മാറ്റിമറയ്ക്കും. ഉറപ്പ്, ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ചില ആത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ അതിശയകരമായി കടന്നു വരും. ഉറപ്പ്. പാടി പ്രാർത്ഥിക്കാം. ദാഹത്തോടെ രണ്ട് വശങ്ങളിലേക്ക് കരങ്ങളടിച്ച് വളരെ ഫ്രീയായി ശരീരമൊക്കെ ചലിപ്പിച്ച് എല്ലാവരും പ്ലീസ്, ദയവായി എല്ലാവരും തീരക്കണമേ, തീരക്കണമേ കർത്താവേ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ആത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തുക, ഞങ്ങളെ ഉപയോഗിക്കുക. ശക്തി ഇറങ്ങട്ടെ. ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. സ്തോത്രം. കാലുകളൊന്ന് മാറ്റിച്ചവിട്ടി ഇടത്തും വലത്തുള്ളവരൊക്കെ നോക്കി ആത്മസാന്നിധ്യം ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ഈ സമൂഹത്തിൽ ആഞ്ഞു വീശണമേ. ഉണർവിന്റെ കാറ്റ്. സ്തോത്രം. മരവിപ്പുകൾ മാറട്ടെ. ഏലിയായുടെ ദൈവമേ, അഗ്നിയേക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തിയേക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നിയേക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തിയേക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു.
പരിശുദ്ധാത്മാവേ. ഭാഷാവരത്തിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദയവായി ദയവായി നാവിനെ ഒന്ന് വിട്ടുകൊടുത്ത് കൃപയൊഴുകട്ടെ ആത്മാവേ. ആരി ജീവിതങ്ങൾ തീയിടണമേ. മരവിച്ച മനസ്സുകളെ ഉണർത്തണമേ. ഓ സുവിശേഷത്തിനായി ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് സ്തോത്രം. പോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൽ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, പുതുക്കുന്ന ആത്മാവേ. സ്തോത്രം, സ്തോത്രം ദൈവമേ, ആരാധന. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. സ്നേഹമുള്ളവരെ, ഞാൻ ദേവഗിരി കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് അതിന് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ പോകുമായിരുന്നു. 10, 20, 30, 40, 50 പേരൊക്കെ ഓരോ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുണ്ടാകും, പല വാർഡുകളിലായിട്ട്. ഇനി ഞാൻ കുർബാന കൊടുത്ത് അവസാനത്തെ വാർഡിൽ അവസാനത്തെ രോഗിക്ക് കുർബാന കൊടുക്കാനായിട്ട് ആ വാർഡിൽ കയറി, രോഗി അവിടെയാണ് കിടക്കുന്നത്. ഞാനിങ്ങനെ ആ വാർഡിൽ കയറി ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ചെറിയൊരു ശബ്ദമുണ്ടാക്കുന്നത് കേട്ടു. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ശബ്ദമുണ്ടാക്കുമല്ലോ. അങ്ങനെ ഒരു ഞരക്കം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. ആ കട്ടിലിൽ ഒരു പാവം പ്രായം ചെന്ന രോഗി കിടക്കുന്നു. ബൈസ്റ്റാൻഡേഴ്സായിട്ട് കൂട്ടത്തിൽ ആരുമില്ല, ഒറ്റയ്ക്കാണ് കിടക്കുക. ആ ആൾ എൻ്റെ നേരെ ഇങ്ങനെ കാണിച്ചു. അർത്ഥം, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഒറ്റയ്ക്ക് കിടക്കുന്ന രോഗിയാണ്. ഒന്ന് ഇങ്ങ് വരുമോ? ഞാൻ വിചാരിച്ചു, കയ്യിൽ വിശുദ്ധ കുർബാന വെച്ചുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടല്ലോ. ഈ രോഗിക്ക് ഇവിടെ കുർബാന കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വിശുദ്ധ കുർബാനയില്ല, ഫ്രീ ആയിട്ട് സംസാരിക്കാം, 1-2 മിനിറ്റിനകം എനിക്ക് രോഗിയുടെ അടുത്ത് തിരിച്ചെത്താം. അതുകൊണ്ട് ഞാൻ ചുണ്ടനക്കി കൈകൊണ്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ആ രോഗിയുടെ അടുത്ത് പോകാതെ കുർബാന കൊടുക്കേണ്ട രോഗിയുടെ അടുത്ത് പോയി. കുർബാന കൊടുത്തു, തലയിൽ കൈവച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു. നേരെ ഞാൻ ഇങ്ങനെ കാണിച്ച രോഗിയുടെ അടുത്തെത്തി. പ്രിയപ്പെട്ടവരെ, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ സഹിക്കാൻ മേല. ഞാൻ ചെല്ലുമ്പോൾ ആ രോഗി മരിച്ചു കിടക്കുക. അല്പം മുമ്പ് തൊണ്ടക്കുഴിയിലൊന്ന് അല്പശബ്ദമുണ്ടാക്കി ഒന്നെങ്ങ് വരുമോ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ കാണിച്ച വ്യക്തി, വയസ്സേജസ് ആരുമില്ല, 2 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചെത്തുമ്പോൾ മരിച്ചു കിടക്കുക. എനിക്കിന്നും അത് ഓർത്തിട്ട് സഹിക്കാൻ മേല. ഇന്നും എനിക്കത് ഓർത്തിട്ട് കുറ്റബോധമുണ്ട്. ഈ ആളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മരിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. കുർബാന കൊടുത്തിട്ട് വന്നാൽ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നാൽ അപ്പോഴത്തേക്കും മരിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുക ആ രോഗിയുടെ അവസ്ഥ. മരിക്കാറായി, അതിൻ്റെ വെപ്രാളത്തിലാണ്. ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ല, നഴ്സുമാരോ ഡോക്ടർമാരോ മറ്റോ ആരുമില്ല, കുടുംബാംഗങ്ങളോ ബന്ധുമിത്രങ്ങളോ ആരുമില്ല. ഒറ്റയ്ക്ക് ഈ മരണവെപ്രാളത്തോടെ കടന്നു പോകുമ്പോൾ ഒരാളതിലെ നടന്നു പോകുന്ന കണ്ടിട്ട് തൊണ്ടക്കുഴിയിലുള്ള ആരോഗ്യം ശക്തിയെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഞരക്കമുണ്ടാക്കി ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒന്നിങ്ങ് വരും. എനിക്ക് പോകാൻ പറ്റിയില്ല, സഹായിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആളുടെ മൃതശരീരമാണ് കാണുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും എൻ്റെ മുഖത്ത് സങ്കടം വരും, എൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. കാരണം അത്ര ഉള്ളിൽ തട്ടിയ ഒരു സംഭവമാണത്. ഇപ്പം ഞാൻ അന്ന് പഠിച്ച ഒരു പാഠമുണ്ട്. ചില മനുഷ്യന്മാർ ജീവിതത്തിൻ്റെ ഗതികെട്ട നിമിഷങ്ങളിൽ, എല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ, ഇനി ജീവിതം ബാക്കിയില്ല എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരല്പ ശബ്ദമുണ്ടാക്കും. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കും. അത് ചിലപ്പോൾ ഒരു ഫോൺ കോളായിരിക്കും, ചിലപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നൊരു ചോദ്യമായിരിക്കും. ഞാൻ വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നൊരു ചോദ്യമായിരിക്കും. എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമോ എന്നായിരിക്കും. ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിനിന് പോരണം, മദ്രാസിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ സമയം ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ നിൽപ്പുണ്ട്. കുറേ പേര് പ്രാർത്ഥിച്ചു, പിന്നെയും ആൾ നിൽക്കുക. അവസാനം എന്നെ സംഘാടകർ വലിച്ചുകൊണ്ട് പോയി, ട്രെയിൻ പോകുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിക്കും, ഒത്തിരി മനുഷ്യന്മാർ വന്ന് എൻ്റെ ലോവയിലൊക്കെ തൊടുകയാണ്. യേശു ക്രിസ്തുവിനെ തൊട്ട പോലെ എൻ്റെ ലോവയിലൊക്കെ തൊടുക. എനിക്ക് സങ്കടം വന്നു. അപ്പം അത്രമാത്രം മനസ്സിൽ ആ ഒരു ഞാൻ പറയുന്ന ഒരു 0 അവറുണ്ട്, ഒരു നിസ്സഹായതയുടെ അവസരമുണ്ട്, എല്ലാം കൈവിടുന്ന ഒരവസരമുണ്ട്. നമ്മൾ പറയുന്ന ഒരു SOS ഉണ്ട്, സേവ് അവർ സോൾ, അവസാന നിമിഷത്തെ ഒരു നിലവിളി. ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. നമ്മളെയൊക്കെ ചിലപ്പോൾ ഫോൺ വിളിക്കും. എൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സങ്കടം പറയാനോ പ്രാർത്ഥിക്കാനോ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ വല്ലതും നിവൃത്തി ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഞാൻ അവർ പറയുന്നത് കേൾക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല, ഞാൻ ചെയ്യാൻ ശ്രമിക്കുക ഒരൊറ്റ സംഭവത്തിൽ നിന്നാണ്, അതിൻ്റെ ഒരു സങ്കടത്തിൽ നിന്നാണ്, അതിൻ്റെ ഒരു കുറ്റബോധത്തിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എല്ലാം കൈവിട്ട് ആരും സഹായിക്കാനില്ലാത്ത ഈ നിവൃത്തികേടിൻ്റെ, കാരണം മരണത്തിൻ്റെ അഴികിടക്കുന്ന ചില സമയത്ത് ചില മനുഷ്യന്മാർ തൊണ്ടക്കുഴിയിൽ നിന്നുണ്ടാക്കുന്ന ഒരൊച്ചയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതൊരു ഫോൺ കോളായിരിക്കാം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോ, ഈ ആളുടെ രോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ,
അല്ല എന്നെ കാര്യത്തിനോട് പ്രാർത്ഥിക്കുമോ? ഞാൻ ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ ഒരു നിയോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥനാ നിയോഗം അയച്ചത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ തൊണ്ടക്കുഴയിലെ ആ ഞരക്കം, ആ കൈകൊണ്ട് കാണിക്കുന്ന ഈ ബലഹീനമായ ആംഗ്യം. പ്രിയപ്പെട്ടവരെ, എല്ലാ നൈറ്റ് വിജിലിൻ്റെ അന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശാലോമേലേക്ക് ഇതുപോലെ ഒരുപാട് തൊണ്ടക്കുഴിയിൽ നിന്നുള്ള നിലവിളികൾ വരുന്നുണ്ട്. തൊണ്ടക്കുഴിയിൽ നിന്നുള്ള നിലവിളികൾ ശരിയാണെന്ന് ഇവരോട് ചോദിച്ചാൽ അറിയാം. ഒത്തിരി പേര് പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ച് ഫോൺ വിളിക്കാറില്ല, ഈ രാത്രി കത്തുകൾ വരാറില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൊണ്ടക്കുഴിയിൽ നിന്നുള്ള അവസാനത്തെ ശ്വാസം സംഘടിപ്പിച്ച് ഒരു മുരടിച്ചയാണ്. നമ്മുടെ ശ്രദ്ധ ഒന്ന് കിട്ടാൻ വേണ്ടി കൈകൊണ്ടൊരാംഗ്യം കാണിക്കുക. ഒന്നെൻ്റെ അടുത്ത് വരുമോ? ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കുമോ? ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ടവരെ, ശലോമോൻ്റെ നൈറ്റ് വിജിൽ രാത്രി ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒച്ചകൊണ്ടാക്കുന്ന മനുഷ്യരെ ഞാൻ കാണുകയാണ്. കൈകൊണ്ട്, ആ ബലഹീനമായ കൈകൊണ്ട് ഇങ്ങനെ എന്നെ ഒന്ന് സഹായിക്കുമോ? എൻ്റെ അടുത്തൊന്ന് വരുമോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്ന അനേകം മനുഷ്യരെ ഞാൻ കാണുകയാണ്. അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് അയച്ച ഒരുപാട് കത്തുകൾ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ അത്തരം ഫോൺ കോളുകൾ രാത്രിയിലൊക്കെ വരുന്നത് ചിലപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരും പലരും ഈ അവസ്ഥയിലാണ്. തൊണ്ടക്കുഴിയിൽ അല്പം ശ്വാസമേ ബാക്കിയുള്ളൂ, കൈകൾ ദുർബലമാണ്. ഇത് വച്ചാൽ പ്രതിസന്ധിയുടെ ആഴത്തിലാണ്, മരണഭക്തരത്തിലാണ്, എല്ലാം കൈവിട്ട സ്ഥിതിയാണ്, ആരും സഹായിക്കാനില്ല. ഈ തൊണ്ടക്കുഴിയിലെ ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഥവാ അല്പം ശബ്ദമുണ്ടാക്കിയാൽ അത് കേൾക്കാൻ ആരുമില്ല. ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചാൽ നടത്തിയെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ ആരുമില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഈ ശലോമിൻ്റെ നൈറ്റ് വിജിൽ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ അനേകം മനുഷ്യർ കത്തയക്കുന്നത്, ഈ രാത്രിയിൽ അനേകം മനുഷ്യർ ഫോൺ വിളിക്കുന്നത്, ഇവിടെ അനേകർ ഈ സ്ഥലത്ത് നേരിട്ട് വന്നും വീട്ടിൽ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നുമൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ കൈ കാണിക്കുക, എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് കരകയറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ സങ്കടങ്ങളൊന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുമോ? എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? ഈ തകർന്നു പോയ എൻ്റെ ജീവിതത്തെ ദൈവം വന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ശലോമോന്റെ നേരെ ഇങ്ങനെ കൈ കാണിക്കുന്ന, തൊണ്ടക്കുഴിയിൽ നിന്ന് സ്വല്പ ശബ്ദമുണ്ടാക്കുന്ന മനുഷ്യരെ ഈ രാത്രിയിൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് അല്പം ജീവനുള്ളത് വെച്ച് മുരടി നമ്മുടെ ശ്രദ്ധയാകർഷിക്കാൻ ശബ്ദമുണ്ടാക്കുന്ന മനുഷ്യരെ ഈ രാത്രി ഞാൻ ഓർക്കുകയാണ്. ദുർബലമായ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് ഒന്നെൻ്റെ അടുത്ത് വരുമോ? ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒന്നെൻ്റെ അടുത്തിരിക്കുമോ? നിങ്ങളുടെ കൈ പിടിച്ച് ഞാനൊന്ന് മരിക്കട്ടെ, അല്ല മരിക്കാൻ നേരത്തെ എൻ്റെ കൈ നിങ്ങളൊന്ന് പിടിക്കുമോ എന്ന് കാണിച്ച് ഇങ്ങനെ കാണിക്കുന്ന അനേക തകർന്നു പോയ ജീവിതങ്ങളെ ഞാൻ കാണുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഈ രാത്രി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, കൂടെ ബാക്കി എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് ഈ രാത്രി ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേൽ ചൊരിയാൻ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ തൊണ്ടക്കുഴിയിൽ അല്പശബ്ദമുണ്ടാക്കി കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച്, അത് ശലോമോനിലേക്ക് അയക്കുന്ന ഒരു കത്തായിരിക്കാം, ഒരു ഫോൺ കോളായിരിക്കാം, വാട്സപ്പൊക്കെ വരുന്നുണ്ടല്ലേ, ഒരു വാട്സപ്പ് സന്ദേശമായിരിക്കാം. ഇങ്ങനെ പല വിധത്തിൽ എവിടെ വന്ന് വിളിക്കാം. അവരെല്ലാം നമുക്ക് ഓർക്കാം. അവർക്കെല്ലാവർക്കും വേണ്ടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്താം. നമുക്ക് വേണ്ടിയല്ല, ഈ തൊണ്ടക്കുഴിയിൽ അല്പം ശ്വാസം വെച്ച് ദുർബലമായി കൊണ്ട്
ഈ രാത്രി എന്നെ ഒന്ന് ഓർക്കുമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടി, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ദുർബലമായ വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്ന ലോകമെമ്പാടുമുള്ള സർവ്വ മനുഷ്യരെയും കർത്താവായ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവർക്കാണ് നിന്റെ കൃപ ഏറ്റവും ആവശ്യമുള്ളത്, നിന്റെ അനുഗ്രഹം ഏറ്റവും ആവശ്യമുള്ളത്. അവർക്ക് വേണ്ടി ഞങ്ങൾ കരമുയർത്തുന്നു, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ അവരുടെ മേൽ ഒഴുകണമേ, നിന്റെ ശക്തി അവരുടെ മേൽ അയക്കണമേ, നിന്റെ ആത്മാവിനെ അവരുടെ മേൽ അയക്കണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ, അവരുടെ നിസ്സഹായതയുള്ള നിലവിളിക്ക് നീ ഈ രാത്രി ഉത്തരമരണമേ. കർത്താവേ, ഇനി അവർക്ക് ചോദിക്കാൻ ആളില്ല, പ്രാർത്ഥന ചോദിക്കാൻ ആളില്ല, വിളിക്കാൻ ആളില്ല, കത്തയക്കാൻ ആളില്ല, ഫോൺ വിളിക്കാൻ ആളില്ല, വന്ന് കാണാൻ ആളില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കാൻ മറ്റാരുമില്ല. ഒരുപക്ഷെ ഒരവസാന ആശ്രയം എന്ന നിലയ്ക്ക് ആ വ്യക്തി എന്നോട് കൈ കാണിച്ച പോലെ തൊണ്ടക്കുടി ശബ്ദമുണ്ടാക്കി ശാലോമിലേക്ക് ആശ്രയിക്കുകയാണ്, വിളിക്കുകയാണ്, കത്തയക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അതുമായി ഓഡിറ്റോറിയത്തിലിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ മേലൊന്ന് കൃപ ചൊരിയാൻ, കർത്താവ് എൻ്റെ മേലൊന്ന് കൃപ ചൊരിയാൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കുവാൻ, എൻ്റെ രോഗങ്ങളൊന്ന് സുഖപ്പെടുവാൻ, എൻ്റെ മുറിവുകൾക്കൊന്ന് സൗഖ്യം കിട്ടാൻ, എൻ്റെ മക്കൾക്കൊന്ന് മാനസാന്തരം ഉണ്ടാകാൻ, എൻ്റെ ജീവിത പങ്കാളിക്കൊന്ന് മാനസാന്തരം ഉണ്ടാകാൻ, എൻ്റെ കടബാധ്യത നീങ്ങിക്കിട്ടുവാൻ, എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ, ദുഷ്ടാരൂപിയുടെ പീഡനങ്ങൾ അവസാനിക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കുമോ, ഒന്ന് നിലവിളിക്കുമോ എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി കരമുയർത്തി നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്ര, ദൈവമേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രാത്രിയിൽ നിന്റെ മുമ്പിലിരുന്ന് സഹായോടെ നിലവിളിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ മേല് നിന്റെ കൃപ വർഷിക്കണമേ, ശരീരത്തിന് ആരോഗ്യം നൽകിക്കൊണ്ട് കൃപ നൽകണമേ, എല്ലാത്തരം രോഗപീഠകളും സുഖപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ, മനസ്സിന്റെ മുറിവുകൾക്ക് സൗഖ്യം നൽകണമേ, ക്ഷമിക്കുവാനുള്ള അഭിഷേകം നൽകണമേ, വിട്ടുവീഴ്ചയാനുള്ള അഭിഷേകം നൽകണമേ, മറക്കുവാനുള്ള അഭിഷേകം നൽകണമേ, വെറുപ്പ് വിദ്വേഷം എടുത്തു മാറ്റുവാനുള്ള കൃപ നൽകണമേ, വൈരാഗ്യങ്ങൾ വിട്ടുപോകാനുള്ള കൃപ നൽകണമേ, ശരീരത്തിന് ആരോഗ്യം നൽകാൻ കൃപ നൽകണമേ. കർത്താവേ, സ്തോത്രം. ആത്മീയ ജീവിതത്തിന് ഉണർവ് നൽകണമേ, മാനസാന്തര കൃപ നൽകണമേ, ദുശ്ശീലങ്ങൾ അപേക്ഷിക്കാൻ കൃപ നൽകണമേ, ദോഷങ്ങളെ വിട്ടുകളയാൻ കൃപ ചെയ്യണമേ, ആത്മീയ വളർച്ചകൾ കൃപ നൽകണമേ, കുടുംബ സമാധാനം ഉണ്ടാകാൻ കൃപ നൽകണമേ, കുടുംബത്തിലെ വഴക്കുകളും കലഹങ്ങളും മാറിപ്പോകാനുള്ള കൃപ ചെയ്യണമേ. കർത്താവേ, പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കണമേ, നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ. കർത്താവേ, എല്ലാ വഴിയും അടഞ്ഞിട്ട് നിന്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്. കർത്താവേ, ഒരു വഴി തുറന്നു കൊടുക്കണമേ, ഒരു വഴി തുറന്നു കൊടുക്കണമേ, അടഞ്ഞ വഴികൾ തുറന്നു കൊടുക്കണമേ, പുതിയ വഴികൾ കാണിച്ചു കൊടുക്കണമേ. ഓ കർത്താവേ, നീ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നീ കൃപ ചൊരിയുന്ന ദൈവമാണെന്ന്, നിന്നെ വിളിക്കുന്നവർക്ക് മറുപടി ദൈവമാണെന്ന് കർത്താവേ, രാത്രിയിൽ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തണമേ. കർത്താവിനെ ആരും സങ്കടപ്പെടാതിരിക്കട്ടെ. ആ പാവപ്പെട്ട വ്യക്തിയെ പോലെ തൊണ്ടക്കൊടിയിൽ നിന്ന് മരുടനാക്കി കൈയനക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രാത്രി അനുഗ്രഹം കിട്ടാതെ പോകരുത്. കർത്താവ്, ഇവർക്കെല്ലാം കൃപ കിട്ടണം. എനിക്കോ അവരുടെ അടുത്ത് എല്ലാം പറ്റിയില്ല, എനിക്കോ സഹായിക്കാൻ പറ്റിയില്ല, എനിക്കോ മരണം നേരുന്ന കൈപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ കർത്താവെ, നിനക്ക് സാധിക്കും, നിനക്ക് സാധിക്കും. എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലണമേ, അവരുടെ കരം പിടിക്കണമേ, അവരുടെ കണ്ണുനീരൊപ്പണമേ, എന്റെ കാരണങ്ങൾ മാറ്റിക്കളയണമേ, നിന്റെ കൃപ ചൊരിയണമേ, നിന്റെ അനുഗ്രഹം ചൊരിയണമേ, നിന്റെ അഭിഷേകം ചൊരിയണമേ, ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ, ദുഷ്ടാരൂപികളെ ബന്ധിക്കണമേ, ശുദ്ധിജീവികളുടെ ക്രമീകരണ ഉപദ്രവങ്ങളിൽ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, രക്ഷിക്കുന്ന ദൈവമാണെന്ന് അനുഭവത്തോടെ ബോധ്യപ്പെടുത്തണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ, ആത്മീയ സൗഖ്യമുണ്ടാകട്ടെ, വെറുപ്പിന്റെ കെട്ട് പൊട്ടട്ടെ, വിദ്വേഷം പൊട്ടട്ടെ, സങ്കടത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, സാമ്പത്തിക തകർച്ച മാറിപ്പോകട്ടെ, ബാധ്യതകൾ മാറിപ്പോകട്ടെ, കുടുംബ കലഹങ്ങൾ മാറിപ്പോകട്ടെ, കുടുംബത്തിന് പുരോഗതി ഉണ്ടാകട്ടെ, സാമ്പത്തിക തകർച്ച മാറിപ്പോകട്ടെ. കർത്താവെ, പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ
സാധിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ, നീയാണ് പറഞ്ഞത് നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. കർത്താവേ, കൃപ കൊണ്ടെല്ലാവരും നിറയ്ക്കണമേ, അഭിഷേകത്തെ നിറയ്ക്കണമേ, ശക്തിയാ നിറയ്ക്കണമേ, സൗഖ്യത്തെ വിടുതൽ നൽകണമേ. ഈ രാത്രി അനേകർക്ക് സൗഖ്യത്തിന്റെ വിടുതലിന്റെ രക്ഷയുടെ രാത്രിയാകട്ടെ. പെരുവെള്ളത്തിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുന്ന രാത്രിയാകട്ടെ. കോരിട്ടിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന രാത്രിയാകട്ടെ. അടഞ്ഞ വാതിലുകൾ തുറന്നു കിട്ടുന്ന ദിവസമാകട്ടെ. പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന ദിവസമാകട്ടെ. അഭിഷേകം കിട്ടുന്ന ദിവസമാകട്ടെ. സൗഖ്യം കിട്ടുന്ന ദിവസമാകട്ടെ. കുടുംബം രക്ഷപ്പെടുന്ന ദിവസമാകട്ടെ. ആത്മാവ് രക്ഷപ്പെടുന്ന ദിവസമാകട്ടെ. മനസാന്തരം കിട്ടുന്ന ദിവസമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീർ തുടയ്ക്കാൻ വന്നിടണേ, കണ്ണീർ തുടയ്ക്കാൻ വന്നിടണേ. കണ്ണീർ തുടയ്ക്കാൻ വന്നിടണേ, കണ്ണീർ നമുക്ക് തുടയ്ക്കാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കാം. വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊള്ളുക. പിതാവേ, സ്തോത്രം. കനിയണമേ. ഈശോയേ, ആബാ പിതാവേ, കനിയണമേ. ചേർന്ന് പാടി. പിതാവേ കനിയണമേ, ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ, ഉള്ളിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കനിയണമേ. ഭാഷാപരമുള്ള ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിതാവേ, സഭയുടെ അത്ഭുതകരമായ ഒരു വിടുതൽ ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊള്ളുക. പിതാവേ ഈശോയേ, കനിയണമേ, ആബാ പിതാവേ കനിയണമേ. ഈശോയേ നാഥാ, കനിയണമേ. ഈശോ, ഈശോയേ നാഥാ, കനിയണമേ. കരങ്ങൾ ഉയർത്തിയെന്ന് പാടാമോ? ഈശോ നാഥ ഈശോനാഥാ കനിയണമേ, ഈശോനാഥാ കനിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോ, സഭയുടെ കൂട്ടായ്മയോട് ചേരുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ശക്തി, പരിശുദ്ധ ജലത്തിന്റെ അത്ഭുത ശക്തി കൃഷിയിടങ്ങളിൽ, ശരീരത്തിൽ, കുടുംബങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, കനിയണമേ. പരിശുദ്ധാത്മാവേ, കനിയണമേ. ആഗ്രഹിച്ച ദാനത്തോടെ വീണ്ടും പരിശുദ്ധാത്മാവേ നിറയണമേ. കനിയണമേ, സ്തോത്രം. പരിശുദ്ധാത്മാവേ കനിയണമേ. പരിശുദ്ധാത്മാവേ, കനിയണമേ. പരിശുദ്ധാത്മാവേ, കനിയണമേ. പരിശുദ്ധാത്മാവേ പാടിക്കൊണ്ടിരിക്കുക. പാടി പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ കനിയണമേ. കുടുംബങ്ങളെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നീ തുടയ്ക്കാൻ വന്നിടണേ, ഈശോ, കണ്ണീർ തുടയ്ക്കാൻ വന്നിടണേ. കണ്ണുനീർ തുടയ്ക്കാൻ കണ്ണീർ തുടയ്ക്കാൻ വന്നിടണേ. ആബാ പിതാവേ, കരങ്ങൾ ഉയർത്തി. ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, കനിയണമേ. ചേർന്ന് ആബാ പിതാവേ, ആബാ
ഉച്ചത്തിൽ ഒരു 3-4 മിനിറ്റ് സമയം ശ്രദ്ധിക്കാവോ? അടിമത്ത ചങ്ങലകൾ, രോഗത്തിന്റെ ചങ്ങലകൾ, പാപത്തിന്റെ ചങ്ങലകൾ, തലമുറകളുടെ ശാപചങ്ങലകൾ യേശുനാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7:24 വചനം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും യേശുവാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുകയാണ്. നമ്മുടെ ഭവനം യേശുവാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സംഘർഷങ്ങളുണ്ട്. വലിയ മഴ ആർത്തിരമ്പി പെയ്യുന്നുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വലിയ വെള്ളപ്പൊക്കം ഉരുണ്ടു വരുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ സ്ഥാപിതമായിരിക്കുന്നത് ഞാനാകുന്ന പാറമേലാണ്. ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ജീവിത പ്രാരാബ്ദങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ സാമ്പത്തിക തകർച്ചകൾ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അസ്വസ്ഥതകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഒറ്റപ്പെട്ടു പോയ ജീവിതാവസ്ഥകൾ, ഇതിനെ ഒന്നിനെ ഓർത്തും നീ കരയണ്ട, നീ കേഴേണ്ട, നീ കണ്ണീരൊഴുക്കേണ്ട. കാരണം കർത്താവ് നിന്റെ പാറയാണ്. ആ പാറമേൽ നീ സ്ഥാപിതമായിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതം ഒരിക്കലും തളർന്നു പോവുകയില്ല. അതുകൊണ്ട് മടുപ്പ് കൂടാതെ, തളർച്ച കൂടാതെ ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം, പാറയായ കർത്താവിനെ ആരാധിക്കാം. സങ്കീർത്തനം 18:1-2 വചനങ്ങൾ പറയുന്നു, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും, വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലാം. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും എൻ്റെ രക്ഷാശിലയും കോട്ടയും കോട്ടയും വിമോചകനും വിമോചകനും എൻ്റെ ദൈവവും, എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും, എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും എൻ്റെ പരിചയം രക്ഷാശൃംഖവും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. അഭയകേന്ദ്രവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ശക്തിയുടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ യേശുവേ, അവിടുന്നാണ് എൻ്റെ രക്ഷാശില, അവിടുന്നാണ് എൻ്റെ കോട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഓ യേശുവേ, അവിടുന്നാണ് എൻ്റെ വിമോചകൻ, എൻ്റെ ദൈവം, എനിക്ക് അഭയം തരുന്ന പാറ, എനിക്ക് അഭയം തരുന്ന പാറ, എൻ്റെ പരിച. ഓ കർത്താവേ, അവിടുന്നാണ് എൻ്റെ അഭയകേന്ദ്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഭയശിലയായ യേശുവിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ
ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്വരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൽ ഞാൻ ചാരിടും, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. നമുക്കെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് പാടി ദൈവത്തെ ആരാധിക്കാം. യേശുവിൽ ഞാൻ ചാരിടും, ചേർന്ന് പാടാം. യേശുവിൽ ഞാൻ ചാരിടും, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. വല്ലഭ നീ കോട്ട, വല്ലഭ നീ കോട്ട, എല്ലാവരും ചേർന്ന് വല്ലഭ നീ ശൈലം, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിദാസ. വല്ലഭ നീ കോട്ട, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിദാസ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരങ്ങളടിക്കുക, ശക്തമായിട്ട് കരങ്ങളടിക്കുക. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ എൻ ദൈവം. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്ത നാടിനെ ഓർത്തു, വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ എൻ ദൈവം. ശാന്തത നൽകിയ എൻ ദൈവം. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വല്ലഭ നീ കോട്ട, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിദാസ. വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം,
കുരുടനെ പോലെ ഞാൻ ഓടി. നേടിയതെല്ലാമോ വ്യർത്ഥം, സ്വന്തമായതെല്ലാം മിഥ്യ. എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. ലൂത്തിനെ പോലെ ഞാൻ ഓടി, നേടിയതെല്ലാം വ്യർത്ഥം, സ്വന്തമായതെല്ലാം മിഥ്യ. എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. ലോകത്തിനെ പോലെ ഞാൻ ഓടി, നേടിയതെല്ലാം വ്യർത്ഥം, സ്വന്തമായതെല്ലാം മിഥ്യ. എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. വല്ലഭനീ കോട്ട, ചേർന്ന് പാടാം. വല്ലഭനീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിൻ ദാസൻ. വല്ലഭനീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭനീ ശൈലം, വല്ലഭ നീ കോട്ട. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ നിറഞ്ഞ നിൻ ദാസൻ. ഞങ്ങളെ ആഴപ്പെടുത്തണമേ നാഥ. നീയാകുന്ന പാറമേ, ധീരതയോടെ മുന്നോട്ട് പോകുവാൻ കർത്താവേ ആഴമേറിയ വിശ്വാസം തരണമേ, ജ്ഞാനം പകരണമേ കർത്താവേ. ഉണർവിന്റെ ആത്മാവേ, തീഷ്ണതയുടെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ശതാധിപൻ്റെ ഭൃത്യൻ്റെ സൗഖ്യത്തെക്കുറിച്ച്. ശതാധിപൻ 100 പട്ടാളക്കാരുടെ അധിപൻ, സമൂഹത്തിൽ സ്ഥാനവും മാനവുമുള്ളവൻ, സമ്പന്നൻ, ഉദാരമനസ്കൻ, സമൂഹത്തിന് ഒത്തിരി നന്മ ചെയ്യുന്നവൻ, എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. ഈ ശതാധിപൻ്റെ ഭൃത്യൻ്റെ സൗഖ്യം നമുക്ക് വലിയ മാതൃകയായി മാറുന്നുണ്ട്. നമുക്കറിയാം ശതാധിപൻ യേശുവിനെ സമീപിക്കുന്നത്
തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ തളർവാദം പിടിപെട്ട് അവൻ രോഗിയായി മരണാസന്നനായി കിടക്കുകയാണ്. മരണാസന്നനായി കിടക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് ചികിത്സകളൊക്കെ ശതാധിപൻ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഈ ചികിത്സകളൊക്കെ വൃഥാവിലായി. അദ്ദേഹം ഇതാ മരണത്തോട് മല്ലടിക്കുന്നു. ആ സമയത്ത് ഈ ശതാധിപൻ ചെയ്തത് എന്താണ്? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കഫർനാമിലായിരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എൻ്റെ പ്രിയ ഭൃത്യൻ അവൻ ഇതാ മരണത്തോട് മല്ലടിക്കുന്നു, നീയൊന്ന് സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചു, യാചിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരാം, ഞാൻ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, വേണ്ട, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അപ്പോൾ യേശു പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഭൃത്യൻ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശതാധിപൻ നമ്മളോട് പറയുകയാണ്, നീ ഇന്ന് ഉന്നതനായിരിക്കാം, സമ്പന്നനായിരിക്കാം, നിന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഒരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നീ രോഗിയാണ്, നിന്റെ മനസ്സ് തളർന്നു പോയിട്ടുണ്ട്. ഭൗതികമായ ഒത്തിരി നന്മകളുണ്ടെങ്കിലും നിന്റെ ആത്മീയ ജീവിതം ഒത്തിരി തളർന്നു പോയിട്ടുണ്ട്. നിന്റെ മനസ്സൊത്തിരി മുറിയപ്പെട്ടിട്ടുണ്ട്. നിന്റെ ശരീരത്തെ രോഗങ്ങൾ കാർന്നു നിന്നുണ്ട്. നിനക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ ഇനി രക്ഷയില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാകാം. ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, ഓ കർത്താവേ, ഞാൻ രോഗിയാണ്, ഞാൻ തളർന്നവനാണ്, എൻ്റെ മകൻ ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ടു പോയവനാണ്, എൻ്റെ ഭാര്യ മരണാസന്നമായ രോഗത്തിനടിമയാണ്, ഞാൻ സാമ്പത്തികമായി തകർന്നു പോയിട്ടുണ്ട്. കർത്താവേ, നീയൊന്ന് തൊടണമേ, നീയൊന്ന് സൗഖ്യപ്പെടുത്തണമേ, എന്നോടും എൻ്റെ കുടുംബത്തോടും ഒന്ന് കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അനുദപിക്കണം. ശതാധിപൻ പറഞ്ഞതുപോലെ പറയണം, ഓ കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ സർവസമ്പന്നനാണ്, നീ രാജാതി രാജാവാണ്, നീ ഉന്നതനാണ്. കർത്താവേ, നിന്റെ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ പ്രകീർത്തിക്കണം. കർത്താവിനെ നമ്മൾ പുകഴ്ത്തണം. അപ്പോൾ കർത്താവ് പറയും, മകനെ, മകളെ, നിന്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തണം. കർത്താവേ, നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, ഞാൻ സുഖപ്പെടും, എൻ്റെ ജീവിത പങ്കാളി സുഖപ്പെടും, എൻ്റെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സ്നേഹത്തോട്, അവിടുത്തെ തിരുക്കുരിശിനോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. കർത്താവേ, നീ എൻ്റെ മേൽ കൃപ ചൊരിയണമേ. കർത്താവേ, എൻ്റെ രോഗം ഇതാ നിന്റെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ ഇതാ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ സാമ്പത്തിക തകർച്ചയെ സമർപ്പിക്കുന്നു. എൻ്റെ ദുശ്ശീലത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഒരു വാക്ക് അരുളി ചെയ്ത് എന്നെ ഒന്ന് തൊടണമേ, സുഖപ്പെടുത്തണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും എന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നിനക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഈ
ഈ ലോകത്തിലുള്ള പല ശക്തികളുടെ പുറകെയും ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ കഴിവിലും ആരോഗ്യത്തിലും ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള പല വ്യക്തികളിലും ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. കർത്താവേ, എന്നാൽ ഇതിനൊന്നും എന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നീ ഒരു വാക്കരുളി ചെയ്യണമേ. ദൈവമേ, ഞാൻ പാപിയാണേ. എന്റെ പാപങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. നീ ഒന്നെന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ അയോഗ്യതകളെ, നമ്മുടെ രോഗത്തെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. യേശുവിനെ വിളിച്ചുകൊണ്ട് പാടാം. ഈശോയെ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ ചേരാത്തവനാണേ. എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ ചേരാത്തവനാണേ. ഒരു വാക്കു മതി, എനിക്കത് മതി. ആ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഞാൻ പോരാത്തവനാണേ. എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ചേർന്ന് പാടാം. നിന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, വാക്കുമതി, എല്ലാവരും ചേർന്ന് എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. നിന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ചേർന്ന് പാടാം. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഓ യേശുവേ, നീ ഒരു വാക്കു പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറും. എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ നീങ്ങിപ്പോകും. കർത്താവേ, എൻ്റെ രോഗങ്ങൾ മാറും. കർത്താവേ, പാപബന്ധനങ്ങൾ നീങ്ങിപ്പോകും. കർത്താവേ, നീ എന്നോടൊന്ന് പറയണമേ. കർത്താവേ, നീ ഒന്ന് കൽപ്പിക്കണമേ. യേശുവേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. എൻ ജീവിതം മാറും. വിധം മാറും. ഒരു വാക്കു നീ ഒരു പറഞ്ഞാൽ, വാക്കു നീ പറഞ്ഞാൽ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ വീരം മാറും. നീ പറഞ്ഞാൽ യേശുവേ, നീ പറഞ്ഞാൽ യേശുവേ നീ പറഞ്ഞാൽ
മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞ മാറാത്തത് ഒരു വാക്കുമതി യേശുവേ, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. വിശ്വാസത്തോടെ പാടാം. ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ നിരാശകൾ നീങ്ങിപ്പോകും കർത്താവേ. ഓ യേശുവേ, എന്റെ എല്ലാ തിന്മകളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടും കർത്താവേ. നീ ഒന്ന് കൽപ്പിക്കണമേ, ഒരു വാക്ക് പറയണമേ നാഥ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും, നിരാശകൾ മാറും, ഒരു വാക്കു നീ ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. യേശുവേ, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് ഓ മതി. യേശുവേ, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധയിൽ നോക്കിയിരിക്കാം.